എന്താണ് ഹേബിയസ് കോർപ്പസ്? ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന റിട്ടുകളിൽ ഒന്നാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന പദത്തിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ വിട്ടുകിട്ടുവാൻ ഉപയോഗിക്കുന്ന ഒരു റിട്ടാണിത്. തടവിലാക്കപ്പെട്ട ആളുടെ ബന്ധുക്കൾക്കോ അയാളുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കോ ഈ റിട്ടുഹർജി കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഈ ഹർജിയിലൂടെ തടവിലാക്കപ്പെട്ട വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഉത്തരവുകൾ കോടതി പുറപ്പെടുവിക്കും. അന്യായമായാണ് ആ വ്യക്തിയെ തടവിലാക്കിയത് എന്ന് ബോധ്യമായാൽ അയാളെ സ്വതന്ത്രനാക്കാനുള്ള അധികാരം കോടതികൾക്കുണ്ട്. അന്യായമായി പോലീസ് കസ്റ്റഡിയിലുള്ള ആളുകളെ വിടുവിക്കാൻ സാധാരണയായി ഈ റിട്ട് പ്രയോജനപ്പെടുത്താറുണ്ട്. ഇന്ത്യയിൽ ഈ റിട്ട് അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേയുള്ളൂ. എന്താണ് അന്യായത്തടങ്കൽ? ഒരാളെ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ നിന്ന് പുറത്തുപോകാൻ അനുവദിക്കാതെ അന്യായമായി തടസ്സപ്പെടുത്തുന്ന കുറ്റകൃത്യമാണ് അന്യായത്തടങ്കൽ. ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ മനുഷ്യശരീരത്തെ സംബന്ധിച്ചുള്ള കുറ്റങ്ങൾ പ്രതിപാദിക്കുന്ന കൂട്ടത്തിൽ അന്യായമായ തടഞ്ഞുവയ്ക്കലിനെ സംബന്ധിച്ച് 339 മുതൽ 348 വരെയുള്ള വകുപ്പുകളിൽ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു. ഭരണഘടനയിലെ 19-ആം അനുച്ഛേദത്തിൽ എണ്ണിപ്പറഞ്ഞിരിക്കുന്ന പൗരസ്വാതന്ത്ര്യങ്ങളിലൊന്ന് ഇന്ത്യയിലെവിടെയും ഏതൊരാൾക്കും സ്വച്ഛന്തമായി സഞ്ചരിക്കുവാനുള്ള അവകാശമാണ്. ആ അവകാശം അംഗീകരിക്കുന്നതിനു മുൻപുതന്നെ ഏതെങ്കിലും ആളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ചില രീതിയിൽ തടയുന്നതിനെ സംബന്ധിച്ചുണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥകൾ ഇന്നത്തെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ളതായിത്തീർന്നിരിക്കുന്നു. ഒരാൾ തനിക്കു പോകുവാൻ അവകാശമുള്ള ഏതെങ്കിലും ദിക്കിലേക്കു പോകുന്നതിനെ മറ്റൊരാൾ തടയുന്നുവെങ്കിൽ അന്യായമായി തടസ്സപ്പെടുത്തുക എന്ന കുറ്റം ചെയ്തതിന് അയാൾ ശിക്ഷാർഹനായിത്തീരും. എന്നാൽ ഒരാളെ ഒരു നിശ്ചിതമായ പരിധിക്കുള്ളിൽ നിന്ന് പുറത്തുപോകുന്നത് തടയത്തക്ക രീതിയിൽ അന്യായമായി തടസ്സപ്പെടുത്തിയാൽ ആ കൃത്യം അന്യായത്തടങ്കൽ എന്ന കുറ്റമായിത്തീരും. ഒരാളെ ഒരു മുറിയിൽ പൂട്ടിയിടുക, എവിടെയെങ്കിലും ബന്ധിച്ചിടുക, ഒരു പരിധിക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങിയാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിർത്തുക ഇവയൊക്കെ അന്യായത്തടങ്കലിൽപ്പെട്ടതാണ്. ശിക്ഷകൾ. അന്യായത്തടങ്കലിന് ശിക്ഷ 1 വർഷം വരെ കഠിന തടവോ വെറും തടവോ അല്ലെങ്കിൽ 1000 രൂപയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ആണ്. എന്നാൽ അന്യായത്തടങ്കൽ 3 അതിലധികമോ ദിവസമാണെങ്കിൽ 2 വർഷം വരെ തടവുശിക്ഷയും 10 അതിലധികമോ ദിവസമാണെങ്കിൽ തടവുശിക്ഷ 3 വർഷം വരെയും ആകാം. അന്യായത്തടങ്കലിൽ നിന്നും മോചിപ്പിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് തടങ്കലിൽ വച്ചതെങ്കിൽ സാധാരണ ശിക്ഷയ്ക്കു പുറമെ 2 വർഷം വരെ കഠിന തടവോ സാധാരണ തടവോ നൽകാവുന്നതാണ്. ഹേബിയസ് കോർപ്പസിനുവേണ്ടി ഭരണഘടനയിലെ 32-ആം അനുച്ഛേദമോ 226-ആം അനുച്ഛേദമോ പ്രകാരം ഹർജി കൊടുക്കുന്നതിന് വ്യവസ്ഥയുണ്ടാക്കുന്നതിനു മുൻപുതന്നെ ക്രിമിനൽ നടപടിക്രമത്തിലെ 491-ആം വകുപ്പനുസരിച്ച് ഹൈക്കോടതികൾക്ക് ഹേബിയസ് കോർപ്പസ് റിട്ടുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരം നൽകിയിരുന്നു. ഏതെങ്കിലും ആളെ തടഞ്ഞുവയ്ക്കുന്നത് അയാളിൽ താൽപ്പര്യമുള്ള ആരെങ്കിലുമോ ഏതെങ്കിലും പൊതു ഉദ്യോഗസ്ഥനോ അറിയരുതെന്നുദ്ദേശിച്ചോ അല്ലെങ്കിൽ തടഞ്ഞുവയ്ക്കുന്ന സ്ഥലം മേൽപ്പറഞ്ഞവരാരും അറിയരുതെന്നുദ്ദേശിച്ചോ ആണെങ്കിൽ അതിനുള്ള സാധാരണ ശിക്ഷയ്ക്കു പുറമെ 2 വർഷത്തോളം 2 തരത്തിലേതെങ്കിലും ഒന്നിൽപ്പെട്ട തടവുശിക്ഷ കൂടി നൽകാവുന്നതാണ്. അതുപോലെ ഏതെങ്കിലും ആളിൽ നിന്നോ അയാളിൽ താൽപ്പര്യമുള്ള ഏതെങ്കിലും ആളിൽ നിന്നോ ഏതെങ്കിലും വസ്തുവോ മൂല്യമുള്ള ഈടോ ഭയപ്പെടുത്തി അപഹരിക്കുന്നതിനോ അല്ലെങ്കിൽ തടഞ്ഞുവയ്ക്കപ്പെട്ട ആളെയോ അയാളിൽ താൽപ്പര്യമുള്ള ഏതെങ്കിലും ആളെയോ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുകയോ ഏതെങ്കിലും കുറ്റം ചെയ്യുന്നത് സുകരമാക്കുന്ന എന്തെങ്കിലും വിവരം നൽകുവാൻ നിർബന്ധിക്കുന്നതിനുവേണ്ടി തടഞ്ഞുവയ്ക്കുകയോ ചെയ്താൽ 3 വർഷം വരെ തടവും നൽകാവുന്നതാണ്. കൂടാതെ ഒരാൾ ഏതെങ്കിലും ആളിൽ നിന്നോ ഏതെങ്കിലും കുറ്റസമ്മതമോ അല്ലെങ്കിൽ ഒരു കുറ്റമോ നടപടിദൂഷ്യമോ കണ്ടുപിടിക്കാൻ വഴി നൽകുന്ന ഏതെങ്കിലും വിവരമോ ഭയപ്പെടുത്തി വാങ്ങുന്നതിനുവേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവോ മൂല്യമുള്ള ഈടോ തിരികെ കൊടുക്കുകയോ കൊടുപ്പിക്കുകയോ ഏതെങ്കിലും അവകാശവാദമോ ഡിമാൻഡോ സംബന്ധിച്ച ബാധ്യത തീർക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവോ മൂല്യമുള്ള ഈടോ തിരികെ കൊടുക്കുവാൻ വഴി നൽകുന്ന വിവരം നൽകുകയോ ചെയ്യുവാൻ വേണ്ടിയോ തടഞ്ഞുവയ്ക്കുന്നുവെങ്കിൽ 3 വർഷത്തോളമാകാവുന്ന കഠിനതവോ വെറും തടവോ നൽകി ശിക്ഷിക്കാവുന്നതാണ്. അയാൾ പിഴയ്ക്കുകൂടി വിധേയനാകുന്നതാണ്.